Hallelujah. Thank you, Martin. Last week we heard from Pastor John about holiness. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ജോണിന്റെ നിന്ന് നമ്മൾ കേട്ടതായ വചനം പരിശുദ്ധിയെക്കുറിച്ചാണല്ലോ. In fact, he was saying that it's a prophetic message, and I believe it was a prophetic message for us. ഞാൻ അത് ഇങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്, ഇതൊരു പ്രവചനാത്മകമായ വചനമാണ് നമുക്ക് സഭയ്ക്കായിട്ട്. It is an infiltration into the enemy camp without contamination. അതായത് ഒരു മലിനതയും ഇല്ലാതെ ആ എനിമിക്ക് എഗൻസ്റ്റ് ആയിട്ട് എനിമിക്ക് വിരോധമായി വരുന്ന ഒരു ശുദ്ധീകരണമാണ്. So I believe today's message is going to be a continuation, it will be a prophetic message for us. അതുകൊണ്ട് ഇന്നത്തെ വചനം അതിൻ്റെതായ ഒരു തുടർച്ചയായി ഞാൻ എടുക്കുവാൻ, ഒരു പ്രവചനാത്മകമായി എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Let's start with the word of prayer. നമുക്കിന്ന് പ്രാർത്ഥനയോടുകൂടി Hallelujah. 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 I believe in my spirit there will be a word for everybody today here. നിന്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇന്ന് ദൈവത്തിന്റെ പക്കൽ നിന്ന് ഒരു വചനമുണ്ട്. Whether I call names or whether I point to people, it does not matter. There is a word that God is going to release into our midst. പേര് വിളിച്ചില്ലെങ്കിലും ആരെയും ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും ഇന്ന് ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വചനം വ്യക്തിപരമായി അയക്കാൻ പോകുന്നു. Because when God speaks a word, he speaks into our hearts, into our minds. Hallelujah. കാരണം ദൈവം തന്റെ വചനം സംസാരിക്കുമ്പോൾ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്കാണ് സംസാരിക്കുന്നത്. Hallelujah. നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. റീഖാൽ റോബോ ബോ ഷഥ റിന്ദ്രിയാൻ ധരടരൻ ഹാബാര ഖബറ ധനബെ റിബന്ധിയാനൻ ധർബാൻ ധുരാ ഷെഡരെ खल नबाना धरडरन थेनबे रिबंधियाना खोल रा बो शेड रेखा बाबा शेड रान थरबे. Daddy, we thank you that this is the place for the Holy Spirit. Hallelujah. പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്ഥലമാകയാൽ. Lord, we say that you, Holy Spirit, you are the senior pastor, the main one, the great shepherd of this church. പിതാവേ, അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശുദ്ധാത്മാവാണ് ഞങ്ങളുടെ വലിയ ഷെപ്പേർഡ്, വലിയ ഇടയൻ, ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ. And all of us are to be led by you, Lord. Hallelujah. ഞങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരും അങ്ങയാൽ നയിക്കപ്പെട്ടവരാകട്ടെ. Let us decrease and you would increase today. ഞങ്ങൾ കുറയണമേ, അങ്ങ് വളരണമേ. Rekharabi hanta ra shodala thalbara shedada khabanan thorabanan darabe rabandiana khabol rabanthara shethe hal rabana shantara kobo bobo katave. Hallelujah. We Lord, we declare there is an open heaven. Yesterday during the revival night we found an open heaven in this place. ഞാൻ ഇവിടെ ഒരു തുറന്ന സ്വർഗ്ഗം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലത്തെ റിവൈവൽ നൈറ്റിൽ ഞങ്ങൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ ഒരു തുറന്ന സ്വർഗ്ഗം ഇവിടെ. I sense the Lord saying when the lights were off, it does not mean the heavens were closed. When the lights were off, it does not mean the heavens were closed. ഇങ്ങനെ ദൈവം പറയുന്നതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഇരുട്ടാണെങ്കിൽ അവിടെ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും അതിന്റെ അർത്ഥം സ്വർഗ്ഗം തുറന്നിട്ടില്ലെന്നല്ല. When we shut down the hall yesterday, it does not mean the heavens were closed at that time. ഞങ്ങൾ ഇന്നലെ ഈ ഹോൾ അടച്ചിട്ട് പോയാലും അതിന്റെ അർത്ഥം ഇവിടെ തുറന്ന സ്വർഗ്ഗം മാറുക എന്നല്ല. Today also there is an open heaven. ഇന്നും ഇവിടെ ആ തുറന്ന സ്വർഗ്ഗം തുടരുന്നു. Hallelujah. There is an open heaven. ഇവിടെ ഒരു തുറന്ന സ്വർഗ്ഗമുണ്ട്. And I sense the angels of the Lord are ascending and descending upon us. ഞാൻ ഇങ്ങനെ തിരിച്ചറിഞ്ഞു, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. I sense the Lord saying where the sons of God are, there the angels of the Lord are there. ഇങ്ങനെ ഞാൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞു, എവിടെയൊക്കെയോ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ഉണ്ടോ അവിടെയൊക്കെ ദൂതന്മാരുണ്ട്. Where the sons of God are, there the angels of God are released. എവിടെയൊക്കെ ദൈവമക്കളുണ്ടോ അവിടെ ദൂതന്മാരെ ദൈവം റിലീസ് ചെയ്യും. Hallelujah. Hallelujah. Wherever you are, there the Lord is saying, if you are a son, a daughter, I am releasing my angels. Hallelujah. നിങ്ങൾ എവിടെയൊക്കെ ആയിരിക്കുന്നു, നിങ്ങളൊരു പുത്രനോ പുത്രിയോ ആണെങ്കിൽ നിങ്ങളുടെ പക്കൽ ഞാൻ ദൂതന്മാരെ റിലീസ് ചെയ്യും. Because he knows that you need help. Hallelujah. And the angels of the Lord are released to help. Hallelujah. കാരണം ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് സഹായം ആവശ്യമാണ്. നിങ്ങളുടെ സഹായത്തിന് വേണ്ടിയാണ് അവൻ ദൂതന്മാരെ And in റിലീസ്. this place there is an angelic host activity that is happening. അതുകൊണ്ട് ഈ സ്ഥലത്ത് എനിക്കറിയാം ഇവിടെ ദൂതന്മാരുടേതായ ഒരു പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. Let us decrease and Lord you shall increase in this place. ഞങ്ങൾ കുറയട്ടെ എന്നാൽ നീയോ വളരട്ടെ ദൈവമേ. Hallelujah. ആമേൻ. ഹല്ലേലൂയ. In Joshua 3, യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം. the context is Israelites have come to the banks of the river Jordan. ഇവിടത്തെ ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് യോർദാന്റെ നദീതീരത്ത് യോർദാൻ മറുകടക്കുവാനായിട്ട് ഇസ്രായേൽ മക്കൾ വരുന്നതായ ഒരു പശ്ചാത്തലം. One generation has passed by the wilderness. ഒരു തലമുറയോ അവിടെ മരുഭൂമിയിൽ നശിച്ചു പോയി. And Joshua chapter 1, God is raising a Joshua. യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാവും ഒരു പുതിയ തലമുറയെ യോശുവ എഴുന്നേൽപ്പിക്കുന്നു. And now in the focus comes on to Joshua 3. എന്നാൽ ഇവിടെ ഇവിടെ യോശുവ 3-ാമത്തെ അധ്യായം വായിച്ച് നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാം. And the Lord is
is making Joshua to lead the people. ഇവിടെ ദൈവം യോശുവയെ ഈ ജനത്തെ നയിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. God has spoken the word over Joshua. ദൈവം യോശുവയുടെ മേൽ അവന്റേതായ വചനത്തെ സംസാരിച്ചു കഴിഞ്ഞു. Now is the time for the people to rally behind the Joshua and cross over. എന്നാൽ ഇന്ന് ജനങ്ങൾ കൂടി യോശുവയുടെ ഒപ്പം ആ ഒരു നദി കടക്കുവാനുള്ള സമയം വന്നിരിക്കുന്നു. Let's read from verse 1 to verse 6. നമുക്ക് അതിന്റെ 1 മുതൽ 6 വരെ വായിക്കാം. അനന്തരം യോശുവ അതികാലത്ത് എഴുന്നേറ്റു, അവനും ഇസ്രായേൽ മക്കൾ എല്ലാവരും ശിത്തീമിൽ നിന്ന് പുറപ്പെട്ട് യോർദാൻ അരികെ വന്ന് മറുകര കടക്കും മുമ്പേ അവിടെ താമസിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് പ്രമാണികൾ പാളയത്തിൽ കൂടി നടന്ന ജനത്തോട് കൽപ്പിച്ചതെന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപെട്ടകത്തെയും അതിനെ ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ സ്ഥലം വിട്ട് പുറപ്പെട്ട് അതിൻ്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനും ഇടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. പുരോഹിതന്മാരോട് യോശുവ, നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടപ്പീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി നടന്നു. Joshua told the people, consecrate yourself, for tomorrow God will do wonders. യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. Many times we want the wonders today and the consecration tomorrow. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് അത്ഭുതം വേണം, എന്നാൽ നാളെ മതി ശുദ്ധീകരണം. The Israelites came to the banks of the river Jordan. ഇസ്രായേൽ മക്കൾ ഇവിടെ നദിയുടെ തീരത്ത് വന്നിരിക്കുകയാണ്, യോർദാൻ നദിയുടെ. They were there for 3 days. അവരവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. And not able to move further. എന്നാൽ അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ കഴിയാതെ വേണം അവിടെ 3 ദിവസം. Today many of us are waiting for the next move of God. We are stuck for days. എന്നാൽ നമ്മളിൽ പലരും ദൈവത്തിൻ്റെതായ അടുത്ത ചലനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, എന്നാൽ അവിടെ ഒരു സ്റ്റക്കായ ഒരു സിറ്റുവേഷനിലാണ്. When you are waiting for the next move of God, I sense the Lord saying, consecrate yourself. നാം ഒരു അടുത്ത ചലനത്തിന് വേണ്ടി നാം കാത്തിരിക്കുന്നവരാണെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയാ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Consecrate yourself and God will do wonders tomorrow. It is a guarantee. നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിപ്പിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അതിശയം പ്രവർത്തിക്കും. You will be able to cross over. They say the ark of you will see the ark. You will be able to definitely cross over, because once you consecrate it, there will be the presence of God. ദൈവത്തിൻ്റെതായ ആ നിയമപെട്ടകത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറയാണ്, അത് കണ്ടിട്ട് പറയാണ്, നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അക്കരെ കടക്കാൻ മറികടക്കാൻ പറ്റുമെന്ന്. The Israelites had the ark, but they can't come just like that to the ark. They said, keep a distance. ഇസ്രായേൽ മക്കൾക്ക് അവിടെ നിയമപെട്ടകത്തിൻ്റെതായ ആ ഒരു സൗകര്യം ഉണ്ടെങ്കിലും എന്നാൽ അതിന്റെ അടുത്ത് പോകുവാനുള്ള ആ ഒരു അനുവാദമില്ലായിരുന്നു. They had to consecrate അവർ അവരെ themselves. തന്നെ വിശുദ്ധീകരിക്കേണ്ടതായ ആവശ്യമുണ്ട്. I sense in my spirit consecration is needed for every step in your life. എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സ്റ്റെപ്പുകളിലും. Consecration is not a one-time activity. അത് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു പ്രവൃത്തിയല്ല. It is a daily surrender before the Lord. ഇത് ദിവസവും ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ്. And checking and re-examining our heart and consecrating ourselves before the Lord. നമ്മളെ തന്നെ ശോധന ചെയ്ത് വീണ്ടും ശോധന ചെയ്ത് വീണ്ടും ശോധന ചെയ്ത് ദൈവത്തിനായി The വിശുദ്ധീകരിക്കപ്പെടും. Israelites had an ark, and so we also as a church, I know that there is a presence of God here. ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഒരു നിയമപെട്ടകം ഉണ്ടായിരുന്നു. അതിന് കാണുവാൻ അതിന്റെ അടുത്തേക്ക് പോകാൻ അനുവാദമില്ല എങ്കിൽ പോലും അവിടെ നിയമപെട്ടകത്തിൻ്റെതായ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കും ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Yesterday only a few of us, but there was a mighty move of God. ഇന്നലെ ഞങ്ങൾ കുറച്ചു പേരെ ഉള്ളായിരുന്നു റിവൈവൽ നൈറ്റിന്, പക്ഷെ എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വലിയൊരു മൂവ് ഉണ്ടായിരുന്നു. But we cannot take God's presence casually. എന്നാൽ നമുക്ക് വെറുതെ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തെ എടുക്കാൻ പറ്റില്ല. Listen to me, God won't let an unconsecrated people to receive a consecrated promise.
ദൈവത്തിൻ്റെതായ വിശുദ്ധിയുള്ള വാഗ്ദത്തത്തിലേക്ക് നാട്ടിലേക്ക് അശുദ്ധിയുള്ള ഒരു ജനത്തെ കൊണ്ടുപോകുവാൻ ദൈവം ആഗ്രഹിക്കില്ല. He will not allow an unconsecrated people to receive a consecrated promise. അവന്റെ വിശുദ്ധിയുള്ള വാഗ്ദത്തെ സ്വീകരിപ്പാൻ അശുദ്ധിയുള്ള ഒരു ജനത്തെ അവൻ അനുവദിക്കുകയില്ല. Consecrate yourself, and I want to say today is the day. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാട്ടെ, ഇന്നാണ് അതിന്റെ ദിവസം. Many are waiting for tomorrow to consecrate. പലരും ആ വിശുദ്ധീകരണത്തിന് വേണ്ടി നാളേക്ക് But മാറ്റിവെച്ചിരിക്കുകയാണ്. we fast and we want God to do the wonder today. നമ്മൾ പലപ്പോഴും ഉപവസിക്കും, ദൈവം അത്ഭുതം ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കും. If God is not doing a wonder, you have to think, you have to imagine, Lord, there is something needs to change in me. I better consecrate myself. പലപ്പോഴും ദൈവം ആ അതിശയം ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാട്ടെ, എന്തോ ഞാൻ വിശുദ്ധീകരിക്കേണ്ടതായ ആവശ്യമുണ്ടെന്ന്. You know, they had to consecrate to cross over. They had to consecrate to possess the promised land. അവർ ആ വാഗ്ദത്ത നാട് അവകാശമാക്കുവാൻ, ആ നദിയുടെ അക്കരെ കടക്കുവാൻ അവരെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായി വന്നു. They had to consecrate to possess the land. അവർക്ക് ആ ഒരു നാടിനെ അവകാശമാക്കുവാൻ അവരെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായി വന്നു. So in Joshua 3, what we see is a people of God had to consecrate to cross over, to possess the land, to receive the promise. അതുകൊണ്ട് യോശുവയുടെ 3 നാം കാണുന്നത് തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നദി അക്കരെ കടക്കുവാനും അതുപോലെ തന്നെ വാഗ്ദത്ത നാടിനെ അവകാശമാക്കുവാനുള്ള ഒരു കൂട്ടം ജനത്തെയാണ്. So if you are stuck somewhere, I want you to know, you can suspect that maybe you have not consecrated a particular area of your life. Now is the time to consecrate. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് ഇരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാട്ടെ, ഇന്ന് നിങ്ങൾ വിശുദ്ധീകരിക്കേണ്ടതായ സമയം വന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Many of us are waiting for the next move of God. നമ്മളിൽ പലരും അടുത്ത ഒരു ചലനത്തിനായിട്ട്, ദൈവത്തിൽ നിന്നുള്ള ചലനത്തിനായിട്ട് We കാത്തിരിക്കുന്നവരാണ്. know the presence, we are enjoying the presence. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തെ എൻജോയ് ചെയ്യുന്നുണ്ട്. But why is there is no move? എന്നാൽ എന്തുകൊണ്ടാണ് അവിടെ ഒരു ചലനമില്ലാത്തത്? Today the Lord is revealing it is because that my people have not consecrated. കാരണം ദൈവം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, എന്റെ ജനങ്ങൾ അവരെ തന്നെ വിശുദ്ധീകരിച്ചിട്ടില്ല. You know, this promise was for a group of people, for a community. നമുക്കറിയാം, ഇതൊരു സമൂഹത്തിന് വേണ്ടി, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമാണ്. And it is not just for an individual. അത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ വചനം. So I believe that this promise is for us as a church as a whole. We're going to consecrate ourselves today as a church. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, എന്നാൽ സഭയ്ക്ക് വേണ്ടി മുഴുവനായിട്ടുള്ള ഒരു വചനമാണ്. Because many promises the Lord has spoken to us. We have seen some being fulfilled, but we are waiting for lot more promise. Time to consecrate. പലപ്പോഴും നമുക്കറിയാം, ചില വാഗ്ദത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാൽ ചില വാഗ്ദത്തങ്ങൾ ഇപ്പോഴും നിവർത്തീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് നാം ഒരുമിച്ച് സഭയായിട്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ടതായ സമയം അടുത്തിരിക്കുന്നു. You know, when God says tomorrow I will do wonders, I want to literally take tomorrow God can do wonders. നമുക്കറിയാം, ദൈവം പറയുന്നു, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അതിശയം പ്രവർത്തിക്കും. നമുക്കറിയാം ദൈവം അത് ചെയ്യുമെന്ന്. But this can be a consecration Sunday for us as a whole. എന്നാൽ ഈ ഞായറാഴ്ച ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെടേണ്ട, വേർപെടേണ്ട ഒരു ഞായറാഴ്ചയെ നമുക്ക് എടുക്കാം. If the worship team is there, I just would request them to come. We're going to consecrate ourselves to the Lord. വർഷിപ്പ് ടീം സ്റ്റേജിലേക്ക് വരുന്ന നമുക്ക് ഇപ്പോൾ പ്രാർത്ഥനയോടെ As a church, we're going to consecrate ourselves. നമ്മൾ ഒരു സഭയായിട്ട് നമ്മളെ തന്നെ വേർപെട്ട് വിശുദ്ധീകരിക്കുന്നതിന്റെ സമയമാണ്. Because I sense the Lord saying, this is the day. കാരണം എന്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഇന്നാണ് ആ ദിവസം. Some of you are thinking, oh, we have to stand up again. ചില വ്യക്തികൾ ചിന്തിക്കുന്നു, ഇനി ഞാൻ എഴുന്നേറ്റ് നിൽക്കണമല്ലോ എന്ന്. Hallelujah. The Lord is saying, consecrate. ദൈവം പറഞ്ഞു, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. Consecrate ourselves. നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക. As a nation, as a church, as the Lord's body. ഒരു നേഷനായിട്ട്, ഒരു സഭയായിട്ട്, ദൈവത്തിന്റെ ശരീരമായിട്ട് അത് ചെയ്താട്ടെ. Because I believe that God's promises, is just one step away. We are one step away from God's ഞാൻ promise. വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിക്കുന്നതിൽ നിന്ന് ഒരു പടി മാത്രമാണ് നമ്മൾ പിന്നിൽ നിൽക്കുന്നത്. Many years ago we heard a promise. I believe that we spoke that revival is at the door. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാം ഇങ്ങനെ കേട്ടു, ഉണർവ് നമ്മുടെ വാതിൽക്കൽ നിൽക്കുന്നുവെന്ന്. Now the Lord is bringing that word, revival is at your door again. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെയാണ് പറയുന്നത്, ഉണർവ് നിങ്ങളുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. And when we heard that, we received that, the Lord spoke to us, and God, for 1 year we have been seeking the Lord.
നമ്മൾക്കറിയാം, നാം എല്ലാം അത് കേട്ടു, നാം അതിനെ സ്വീകരിച്ചു. ഒരു വർഷമായിട്ട് നമ്മൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. But today I believe there is a next move that the Lord wants us to take hold of revival. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം ആ അടുത്ത ലെവലിലെ ആ ഉണർവിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള ദിവസമാണ്. Time to receive that. അത് സ്വീകരിക്കാനുള്ള സമയമായിരിക്കും. God won't let an unconsecrated people to take hold of a consecrated promise. അശുദ്ധിയുള്ള ഒരു ജനത്തെ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ ആ വിശുദ്ധിയുള്ള വാഗ്ദത്തം നിവർത്തിക്കുക. Why do I say this is a consecrated promise? ഞാൻ എന്തുകൊണ്ടാണ് ഇത് വിശുദ്ധിയുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത്? Because God's word says that His word says that His word is like refined 7 times as like the gold coming from a furnace. കാരണം ഇത് ഊതിക്കഴിച്ച 7 പ്രാവശ്യത്തിൽ കൂടി ഊതിക്കഴിച്ച വചനമാണെന്നാണ് വചനം പറയുന്നത്. ഈ വചനത്തിനകത്ത് ചുമ്മാ പറഞ്ഞ ഒരു വചനം ഇല്ല. Hallelujah. Just say ചുമ്മാ പറഞ്ഞ ഒരു വചനമില്ല. I know we men, we people will say നമ്മൾ ചുമ്മാ പറയും. Hallelujah. We say like ഞാൻ ചുമ്മാ പറഞ്ഞതാ. But God's word is not like that. It is like 7 times purified, and every word He has said, He has intentionally released it. ദൈവത്തിന്റെ വചനം 7 പ്രാവശ്യം അത് ഊതിക്കഴിച്ച വചനമാണ്. അത് ഉദ്ദേശപൂർവ്വം മനഃപൂർവ്വം അത് നിവർത്തിച്ച വചനം. That is why this is not this is a consecrated promise meant for a consecrated people. അതുകൊണ്ടാണ് ഇത് വിശുദ്ധി ഉള്ള വാഗ്ദത്തം, വിശുദ്ധിയുള്ള വചനമാണ് വിശുദ്ധീകരിക്കപ്പെട്ട തന്റെ മക്കൾക്ക് വേണ്ടി. Hallelujah. Hallelujah. Let's all rise up for a minute. നമുക്കെല്ലാം ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. Let's consecrate ourselves to the Lord. നമുക്ക് ദൈവമുമ്പാകെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. The Lord wants to purify something in us as people. Can we just hold hands next to നമുക്കെല്ലാം കൈകൾ കോർത്ത് പിടിച്ച്. Because I believe this is a promise not just for one but everybody here. ഞാനിത് വിശ്വസിക്കുന്നു. ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള വാഗ്ദത്തമല്ല, എന്നാൽ അത് ഒരു കൂട്ടത്തിനുള്ളതാണ്. വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ. I sense the Lord saying to us as a church എന്റെ ആത്മാവിൽ ഇങ്ങനെ തിരിച്ചറിയുന്നു, നാം ഒരു സഭയായി that we have grieved the Holy Spirit of God. നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിരിക്കുന്നു. We have quenched the Spirit of God. നാം പരിശുദ്ധാത്മാവിനെ കെടുത്തിയിരിക്കുന്നു. We have not believed in Him completely. നാം പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ വിശ്വസിച്ചിട്ടില്ല. We cherry pick on what the Holy Spirit is telling us. We selectively pick what the Holy Spirit is telling us. പരിശുദ്ധാത്മാവ് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം നാം എടുക്കുന്നു. That is grievance to the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതാണ്. Can we repent as a church? നാം അതിനെ ഓർത്ത് നമുക്ക് Can we മാനസാന്തരപ്പെടാമോ? repent? നമുക്ക് അതിനെ ഓർത്ത് മാനസാന്തരപ്പെടാമോ? We have grieved the Spirit of God. നാം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, We have not sought Him with completeness. നാം പലപ്പോഴും പൂർണ്ണതയിൽ അവന്റെ കൂടെ നടന്നിട്ടില്ലെങ്കിൽ, Lord, forgive us, Lord. ഞങ്ങളോട് ക്ഷമിക്കണമേ. As a church, we've asked for forgiveness. സഭയായി ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. As a pastor, as a shepherd, Lord, I ask for forgiveness. ഒരു ഇടയനായിട്ട്, ഒരു പാസ്റ്ററായിട്ട് ഞാൻ ആ ക്ഷമ ചോദിക്കുന്നു. Forgive us, Lord. ഞങ്ങളോട് ക്ഷമിക്കണമേ. Cleanse us ഞങ്ങളെ inside. കഴുകണമേ. Wash us inside.
ഞങ്ങളെ കഴുകണമേ. Forgive us, Lord, for not taking our role as father, as mother, as husband, as wife. പിതാവായി, മാതാവായി, ഭാര്യയായി, ഭർത്താവായി ആ റോള് ഞങ്ങൾ പലപ്പോഴും You know, നിവൃത്തീകരിച്ചിട്ടില്ല. in ക്ഷമിക്കണം. these 4 roles, ഈ we are 4 റോളുകൾ. often representing God. ഈ 4 റോളുകളിലും നാം പലപ്പോഴും അത് വഹിക്കുമ്പോൾ ദൈവത്തെയാണ് നാം പ്രതിനിധീകരിക്കുന്നത്. And when we don't stand in that role, hallelujah, God is being misrepresented to another generation. പലപ്പോഴും ആ ഒരു റോള് നാം ശരിയായ രീതിയിൽ നിവർത്തീകരിച്ചില്ലെങ്കിൽ ദൈവത്തെയാണ് അത് മിസ്റെപ്രസെന്റ് ചെയ്യുന്നത്. And today the Lord is looking at the little children and say, my children have a wrong picture of me. ഞാൻ ഇന്ന് ചില വ്യക്തികളോട് ദൈവം, ചില മക്കളോട് little ദൈവം, children. ചില കുഞ്ഞു കുട്ടികളോട് കർത്താവ് ഇങ്ങനെ പറയുന്നതായിട്ട് ഞാൻ തിരിച്ചറിയുന്നു. പലപ്പോഴും നിങ്ങൾ എന്നെ തെറ്റായിട്ടാണ് കണ്ടിരിക്കുന്നത്, That മനസ്സിലാക്കിയിരിക്കുന്നത്. is because the elders, the father, mother, the husband, wife has not represented God completely. അതിന് കാരണം നിങ്ങളുടെ മാതാക്കർ, പിതാക്കന്മാർ, നിങ്ങളുടെ മൂപ്പന്മാർ ദൈവത്തെ അങ്ങനെ പ്രതിനിധീകരിക്കാത്തത് കൊണ്ടാണ്. Let's repent before the Lord. നമുക്ക് അതിനെ ഓർത്ത് ദൈവ സാന്നിധ്യത്തിൽ Cleanse us, Lord. കർത്താവേ ഞങ്ങളെ കഴുകണം. Every defilement cleanses. എല്ലാ അശുദ്ധിയും ഇപ്പോൾ തന്നെ കഴുകണം. Everything, Father, as a church, as each one of us, Father, cleanse us. കർത്താവേ സഭയായി ഓരോ അശുദ്ധീകരണവും ഞങ്ങളിൽ Lord, കഴുകണം. forgive us because we have not trusted you completely. ഞങ്ങളോട് ക്ഷമിക്കണം, ഇതിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തതിൽ. ഇന്ന് ഞങ്ങൾ ഒന്നുകൂടെ വരുന്നു കർത്താവേ. We come back again once more, Lord. Let's sing that stanza once again. വരുന്നു ഞാൻ ദൈവസന്നിധിയിൽ and as he come. നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹസന്നിധിയിൽ അങ്ങേ മുഖാമുഖം കാണുന്നു ആയിടം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ. Are you able to see the face of the Father? പിതാവിൻ്റെതായ മുഖം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? Because it is a glorious face. അത് മഹത്വമുള്ള ഒരു മുഖമാണ്. And when we look into that glorious face, ആ മഹത്വമുള്ള മുഖത്തിൽ നാം നോക്കുമ്പോൾ every impurity in us is cleansed. നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അശുദ്ധിയും അവിടെ കഴുകപ്പെടുകയാണ്. Because God is light, in him there is no darkness. കാരണം അവൻ പ്രകാശമാകുന്നു, അവന്റെ ഇടയിൽ ഒരു കൂരിരുട്ടുമില്ല. So I want every eye closed. അതുകൊണ്ട് എല്ലാ We're going to declare that stanza again. പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു പ്രത്യാശ, ഒരു ക്ലെൻസിങ്, ഒരു സൗഖ്യം. ചിലതൊക്കെ മാറും, ചിലതൊക്കെ വിട്ടുപോകേണ്ടത് മാറും, ചില പൈശാചിക ബന്ധനങ്ങൾ ഹല്ലേലൂയ അഴിഞ്ഞു മാറും. Some demonic strongholds are going to be rebuked. That God is going to rebuke some demonic strongholds today. പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ പിതാ
നിൻ മുഖത്തിലല്ലയോ പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ നാഥനേ പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹസന്നിധിയിൽ വരുന്നു ഞാൻ മുഴുവനായി നിന്റെ സ്നേഹസന്നിധിയിൽ നിന്റെ മുഖാമുഖം കാണുന്നു ആയിരം പിരിയാ കഴിയുകയില്ല നിൻ സ്നേഹകാര സ്പർശം പിരിയാ കഴിയുകയില്ല നിൻ സ്നേഹകാര സ്പർശം There is an anointing of the Holy Spirit that is falling in this place. പരിശുദ്ധാത്മാവിൻ്റെതായ ഒരു അഭിഷേകം ഈ And സ്ഥലത്ത് വീഴുന്നു. there is an angelic host activity here. ഇവിടെ ദൂതന്മാരുടെ ഒരു സൈന്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. And the Holy Spirit is moving in this place. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. He is looking if there is somebody here who is hungry for the Holy Spirit. അവൻ ഇങ്ങനെയുള്ള വ്യക്തികളെ നോക്കുവാണ്. എനിക്ക് വേണ്ടി വിശപ്പുള്ള ചില വ്യക്തികളെ അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അന്യഭാഷയിൽ ദൈവം ഇതാ anoint ചെയ്യും. God is going to anoint your gift of tongues. Your mouth, the Lord is anointing with the Holy Spirit, with the tongues, hallelujah, the gift of tongues. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അന്യഭാഷയുടെ വരത്തെ അഭിഷേകം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാൽ this is the time to receive it. The Holy Spirit is ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാണ് സമയം ആ പരിശുദ്ധാത്മാവിന്റെ വരത്തെ പ്രാപിക്കാൻ. Rei khabaran dora shara khabo shete kibat moro rai bara shete rikarat dhyana halnaban andarava ruba rosh hadarat harava khem yabere rubarat araba. He is moving in this place. അവരിവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. The Holy Spirit is moving in this place. പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യഭാഷകളിൽ hallelujah you will speak hallelujah. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കും. Mark 16:17 I released to the church. Some of you are going to speak new tongues. മർക്കോസ് 16:16 ഞാൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. നിങ്ങളിൽ ചിലർ പുതിയ ഭാഷകളെ പ്രാപിക്കും. New tongues. പുതിയ ഭാഷകൾ. Because it's a beginning. കാരണം ഇതൊരു ആരംഭമാണ്. And new tongues to cross over. പുതിയ ഭാഷകൾ മറുകരയോ കടക്കുവാൻ. New tongues to possess the land. ദേശത്തെ കൈവശമാക്കുവാൻ പുതിയ ഭാഷകൾ. New tongues to possess the land. പുതിയ ഭാഷകൾ New tongues to cross over. മറുകര കടക്കുവാൻ പുതിയ New ഭാഷ. language. നിങ്ങൾ അത് ചെയ്യും. New language. നിങ്ങൾ അത് അഡ്വഞ്ചർ. New language. ഹല്ലേലൂയ. A new power, a new something new is coming upon you. ഒരു പുതിയ ശക്തി, എന്തോ പുതിയതൊന്ന്. I sense the life of Preeti. The Lord is doing something new in your life. Life of Preeti, something new. God is doing not just in your life, in your home. പ്രീതിയുടെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ മാത്രമല്ല നിന്റെ കുടുംബത്തിൽ ദൈവം പുതിയൊന്ന് ചെയ്യുന്നു. Shel rabara rabanan darabaria thabo bosh re kharabi handa re banan darabaria. Yes. Hallelujah. Yes, God. Anoint our ears and our eyes. Consecrate our ears, our eyes, our mouth, our hands, our legs, inside out consecration.
വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധി നിന്നെ മുഖാമുഖം കാണുന്നു ആയിരം പിരിയാ കഴിയുകയില്ല നിൻ സ്നേഹകര സ്പർശം പിരിയാ കഴിയുകയില്ല നിൻ സ്നേഹകര സ്പർശം. I sense the Holy Spirit asking us as a church. നിന്റെ ആത്മാവിൽ തിരിച്ചറിയുന്ന പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇങ്ങനെ ചോദിക്കുന്നതായി. When the Lord is saying that this is a new season, ദൈവം ഇത് പുതിയ ഒരു സീസണാണ്, കാലമാണെന്ന് പറയുമ്പോൾ He's also saying it's a season of a new burden. New burden. ഇത് ഒരു പുതിയ ഭാരത്തിന് വേണ്ടിയുള്ള ഒരു കാലമാണെന്ന് ദൈവം പറയുന്നു. If you want to receive that burden, I don't know what will be different burdens for different people. നിങ്ങൾ ആ ഒരു ഭാരം സ്വീകരിക്കണമെങ്കിൽ എനിക്കറിയത്തില്ല ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് ഓരോ ഭാരങ്ങളെന്ന്. I don't know how this message will end because this is not what I prepared, but the Holy Spirit is releasing a word in our midst. ഞാൻ തയ്യാറാക്കിയ ഒരു സന്ദേശമേ അല്ലാതെ ഇതെങ്ങനെ അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. കാര്യം പരിശുദ്ധാത്മാവാണ് എനിക്കിത് തന്നുകൊണ്ടിരിക്കുന്നത്. The Holy Spirit is asking if you want a new burden. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു പുതിയ ഭാരം, ദൈവത്തിൽ നിന്നുള്ള ഒരു ഭാരം വേണമെങ്കിൽ. You know, burden means Nehemiah, when he heard the walls was broken, he cried and he cried and he prayed and he fasted and he cried for days. യെരുശലേമിന്റെ മതിലുകൾ തകരുന്നു എന്ന് അറിഞ്ഞപ്പോൾ നെഹമ്യാവിന് ആ ഭാരം വന്നിട്ട് അവൻ ദിവസങ്ങളോളം കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Jeremiah, he cried and he cried and he wrote one whole book called, he was lamenting over what happened in the land. യെരമ്യാവോ അതുപോലെ തന്നെ ദേശത്ത് നടക്കുന്നത് ഓർത്ത് കരഞ്ഞുകൊണ്ട് ആ ഒരു അധ്യായം തന്നെ, ആ ഒരു ചാപ്റ്റർ തന്നെ വിലാപങ്ങൾ എഴുതി. The burden, when you receive the burden, it is something that you have to carry into your life. It is not going to be easy. But if you want that burden, as an act of faith, I want you to come forward and receive a burden from the Lord. If you are not coming forward, if you don't want to a burden, it is fine. If you want a burden from the Lord, I believe the Lord is going to release burdens to His people. Whoever wants. ഇത് ആർക്കും ഒരു നിർബന്ധമില്ല വരണോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. We will pray over you. I just want the pastors and the leaders to come forward. എനിക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള ആ wants to give a ഭാരം, burden. ദൈവം തരുന്നതായ ആ ഭാരം, പരിശുദ്ധാത്മാവ് തരുന്നതായ ആ ഭാരം എനിക്ക് വേണം. അങ്ങനെ വരുന്നവർ മാത്രം, ഒരിക്കലും ഇതൊരു നിർബന്ധിച്ചുള്ളതല്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ മാത്രം ആ ഭാരം എനിക്ക് വഹിക്കണം, ആ ഭാരത്തോടു കൂടി എനിക്ക് പ്രാർത്ഥിക്കണം. I want to tell church, this burden will make you cry through the wings of the night. ഞാൻ ഇന്ന് സഭയോട് പറയട്ടെ, ഈ ഭാരം നിങ്ങളെ കരയിക്കുവാനായിട്ട് തുടങ്ങും. God's burden will make you go down to your knees and weep. ദൈവം തരുന്നതായ ഭാരം നിങ്ങളെ മുട്ടിന്മേൽ വീഴ്ച കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. I sense some of you young people, the Lord is putting the burden of India in you. നിങ്ങളിൽ ചില യൗവനക്കാരുണ്ട്, അവരുടെ ഹൃദയത്തിലേക്ക് ഭാരതത്തിനായിട്ടുള്ള ഒരു ഭാരം കർത്താവ് ഇരുന്നതായി ഞാൻ സംശയിക്കുന്നു. ഇന്ത്യയുടെ ഒരു burden ദൈവം നിങ്ങളുടെ മേലെ ഇടും. ആമേൻ. Hallelujah. Hallelujah. Rekharabi hathe. She barabo. Have a burden. The burden, Lord. Put a burden, Lord. Put a burden. A burden. Put a burden right now. Right now. Ha, 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 ha. You know, Jesus, when he was going to the cross, യേശു തൻ ക്രൂശിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ some women was looking at Jesus and crying.
ചില സ്ത്രീകൾ യേശുവിനെ നോക്കി കരഞ്ഞുകൊണ്ടിരുന്നു. But Jesus said, do not weep for me, but weep for your children. നിങ്ങൾ എന്നെ കുറിച്ച് ഓർത്ത് കരയരുത്, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഓർത്ത് കരയുവീൻ എന്ന് പറഞ്ഞു. At least, church, we need to have a burden for our children. അതുകൊണ്ട് ഞാൻ സഭയോട് പ്രബോധിപ്പിക്കട്ടെ, ഒരു ചെറുതായിട്ടെങ്കിലും ഒരു തുടക്കമായിട്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോടെങ്കിലും നിങ്ങൾക്ക് ഒരു ഭാരം വേണം. Jesus said, weep for your children, for the generation. യേശു പറയുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ കരയുവിൻ. നിങ്ങൾ കരഞ്ഞാൽ, hallelujah, it is not begging before God. God is giving you a burden. നിങ്ങൾ ആ ദൈവത്തിന്റെ മുമ്പാകെ കരയുമ്പോൾ അത് ദൈവം തരുന്നതായ ഭാരമാണ്. ഒരു ഭാരം, hallelujah. It is a burden. It is a ഭാരം from the Lord. Sheikh Hara Baba, Lord, those who have come forward, Lord, give them burdens. പിതാവേ, മുമ്പോട്ട് വന്നവർക്ക് ആ ഒരു ഭാരത്തെ കൊടുത്താട്ടെ. Sheikh Hara Biba Toro Shadanan Thanabe Barabantha Rick Hara Bibi Tiria Tara Shadanan Thalaba Baraba നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന തലമുറയുടെ ഒരു ഭാരം ഈ മകളുടെ മേലെ, ഈ ഗൗരി, ഹല്ലേലൂയ, കർത്താവേ, അവളുടെ മേലെ നീ കൊടുക്കണമേ. ഒരു തലമുറയുടെ ഭാരം, ഒരു തലമുറയുടെ ഭാരം നീ ഈ മകളുടെ മേലെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനം അയച്ച്, ഹല്ലേലൂയ, ഓ നീ ഒരു നെഹമായ പോലെ, ഹല്ലേലൂയ, ചില രാത്രി യാമങ്ങളിൽ you will cry out, hallelujah, you will feel burdened by something what is happening in your friend's life, into your the people around you, the friends around you, the age group around you, and you will cry. The Lord is saying, I will make you a prophetess to the nations. Hallelujah. Rekhara biyadrat rabodoro kobotoro shadaratharabe. നീ ഇങ്ങനെ ഇരിക്കേണ്ടവൾ അല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു കാതറിൻ പുൽമാനെ പോലെ ദൈവം, God will raise you in this land. Hallelujah. കർത്താവേ, ബേർഡൻസ് കൊടുക്കണമേ കർത്താവ്. രാത്രികളിൽ പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ഹല്ലേലൂയ, ഒരു ഭയങ്കര ബേർഡൻ, ഹല്ലേലൂയ, upon your people. Hallelujah. You just settle down, but I believe the Lord is still going to minister to us. തിരിച്ചു പോകാം. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം തുടർച്ചയായും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന്. How many of you believe that God spoke something to you? എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം ചിലതിനോട് സംസാരിച്ചു ഞങ്ങളോട്? വ്യക്തിപരമായി നിങ്ങളോട് സംസാരിച്ചെന്ന് എത്ര പേർക്ക് തോന്നുന്നു? ഹല്ലേലൂയ. റാഖറാബ ബാൽ റബൻ തറാഷ് ഷഡറൻ തനബെ. Lord is doing. Amen. Amen. In Exodus 19. പുറപ്പാടിന്റെ 19-ാമത്തെ അധ്യായത്തിൽ, Because the lack of time, I'm not going through every scripture. എല്ലാ വചനത്തിലൂടെ ഞാൻ സമയക്കുറവുകൊണ്ട് പോകുന്നില്ല. It is 3 months Israelites have left Egypt. 3 മാസമായി അവര് മിസ്രൈം വിട്ടിട്ട് They've come to the wilderness of Sinai. അവർ സീനായി മരുഭൂമിയിലെ എത്തി. And the Lord is saying something to them in verse 10. 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് ദൈവം ഇങ്ങനെ പറയുകയാണ്, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. And let them wash their clothes. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുകെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. Consecrate for God to come down and move among us. ദൈവം ഇറങ്ങി വരുന്നതിനായിട്ടും നമ്മുടെ ഇടയിൽ ചലിക്കുന്നതിനായിട്ടും നമ്മെ തന്നെ വിശുദ്ധീകരിക്കും. Consecrate today and tomorrow. ഇന്നും നാളെയും വിശുദ്ധീകരിക്കുവാൻ. And I will let them be ready for the 3rd day. ഞാൻ അവരെ 3-ാം ദിവസത്തേക്ക് തയ്യാറാക്കുക. Consecration will make you ready for that move of God. വിശുദ്ധീകരണം ദൈവത്തിന്റെ ചലനത്തിനായിട്ട് നമ്മെ തയ്യാറാക്കും. You know, whenever we see a move of God, നാം പലപ്പോഴും ഒരു ചലനം കാണുമ്പോൾ we think that, okay, God sovereignly came, which is true. God can sovereignly come. നാം വിചാരിക്കും ദൈവത്തിൻ്റെതായ ആ ശക്തിയിൽ ദൈവം വന്നതാണെന്ന്. പലപ്പോഴും ദൈവം അങ്ങനെ വരാറുണ്ട്. He doesn't need our invitation. He can come anywhere, everywhere, because everything belongs to Him. നമ്മുടേതായ ഒരു ക്ഷണത്തിന്റെ ആവശ്യം അവനില്ല. എല്ലാം അവനുള്ളതാണ്, സകലവും അവനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് എപ്പോഴും അവന് വരാം. But other than that, most of the times, whenever we see a move of God,
we need to remind ourselves it is because of one man, some woman, or some community or a church that has consecrated before the Lord that now God is moving among them. എന്നാൽ പലപ്പോഴും നാം ദൈവത്തിൻ്റെതായ ഒരു ചലനം എവിടെയെങ്കിലും കണ്ടാൽ നാം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏതോ ഒരു വ്യക്തി, ഏതോ ഒരു സ്ത്രീ, ഏതോ ഒരു പുരുഷൻ, ഏതോ ഒരു കൂട്ടം, ഏതോ ഒരു സഭ, ഒരു ജാതി അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചു. We have studied revivals many times in this church. We have studied revivals. Every revival has somebody behind the move of God. നാം പലപ്പോഴും നമ്മൾ സഭയായിട്ട് ഉണർവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഴയ കാലങ്ങളിൽ. അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്നാണ് ഏതോ ഒരു വ്യക്തി, പല വ്യക്തികളുണ്ട് ഈ ഉണർവിൻ്റെതായ പിന്നിൽ. So whenever we see a move of God, there is a consecrated man or a consecrated woman or a consecrated community or a consecrated church. അതുകൊണ്ട് എപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ചലനം ഉണ്ടോ, ഒരു ഉണർവുണ്ടോ, അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷൻ്റെയോ ഒരു സഭയുടെയോ ഒരു കൂട്ടത്തിൻ്റെതായ വിശദീകരണം അവിടെ നടന്നിട്ടുണ്ട്. By the third day, the Lord said they are ready. എന്നാൽ മൂന്നാമത്തെ ദിവസം ദൈവം പറയാണ് നിങ്ങൾ തയ്യാറായി So കഴിഞ്ഞിരിക്കുന്നു. this consecration was for God to come down. ഈ ഒരു വിശദീകരണം എന്ന് പറയുന്നത് ദൈവത്തിന് അവരുടെ ഇടയിൽ വരുന്നതിന് വേണ്ടിയുള്ളതാണ്. We see that in the New Testament there was somebody here with a similar message, John the Baptist, to get a people ready for the move of God. നമുക്ക് ഇതേ രീതിയിലുള്ളതായ ഒരു സന്ദേശം നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ പറ്റും. യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് ഒരു കൂട്ടത്തെ തയ്യാറാക്കിയത്. Hallelujah. ഹല്ലേലൂയ. Consecrate more the focus because the Lord is coming back. നിങ്ങൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായ സമയം, കാരണം കർത്താവ് വരാറായി. Consecrate because this land needs the presence of God today, now. ഇപ്പോൾ ഈ ദേശത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കേണ്ടതായ സമയമാണ്. So in Joshua we see consecration was to cross over to possess the land. നമുക്ക് യോശുവയുടെ പുസ്തകത്തിൽ കാണാൻ പറ്റും ഈ ഒരു വിശുദ്ധീകരണം എന്ന് പറയുന്നത് മറുകര കടക്കാനും അതുപോലെ ദേശം കൈവശമാക്കാനുമാണ്. This consecration was for God to come down, move among them so that God would deliver the people of Israel. എന്നാൽ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നാം കാണുന്നതായ വിശദീകരണം എന്ന് പറയുന്നത് ദൈവം അവരുടെ ഇടയിൽ വന്ന് അവരുടെ ഇടയിൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നതിനായിട്ടായിരുന്നു. Quickly we will look into the book of Joel chapter 2. നമുക്ക് യോവേലിന്റെ പുസ്തകം അതിന്റെ 2-ാമത്തെ അധ്യായം വായിക്കാം. Verse 12 onwards, but because of the lack of time I'm going to I'll read first verse 13 and go to verse 15. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. 15-ാമത്തെ വാക്യം. സിയോനിൽ കാഹളം ഊതുവിൻ, ഒരു ഉപവാസം നിയമിപ്പിൻ, സഭായോഗം വെളുപ്പിൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. We are all assembled here. Hallelujah. കൂടി വന്നിരിക്കുകയാണ്. We all, as a congregation, we stood before the Lord. The Lord has sanctified us. നമ്മളൊരു സഭയായിട്ട് ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ നിന്നു അവൻ നമ്മെ വിശുദ്ധീകരിച്ചു. I know many of us might be fasting. നിങ്ങൾ ചിലർ ചിലപ്പോൾ ഉപവസിക്കുന്നവരുണ്ടായിരിക്കാം. But what is the God saying there in verse 16? It says, "Gather the people, sanctify the congregation, assemble the elders. Let the children and the nursing babies, let the bridegroom come out of the chamber and the bride from her dressing room." 16-ാമത്തെ വാക്യത്തിൽ ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെ മുലകുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ, മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. Let's read verse 17 also. 17-ാമത്തെ വാക്യം. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ പൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞും കൊണ്ടും യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവിടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്ത് എന്നിങ്ങനെ പറയും. So consecration is needed for restoration. അതുകൊണ്ട് ഒരു പുനഃസ്ഥാപനത്തിന് വിശുദ്ധീകരണം ആവശ്യമാണ്. Hallelujah. Hallelujah. Are you awaiting a restoration in your life? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുനഃസ്ഥാപനത്തിനായിട്ട് കാത്തിരിക്കുന്നവരാണോ? Consecrate. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ As a family, you're lost something, you're waiting.
come together in the Lord's before the Lord, consecrate as a family, as a community, as a church. നിങ്ങൾ ഒരു കുടുംബമായിട്ട് ഒരു പുനഃസ്ഥാപനത്തിനായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുടുംബമായിട്ട് വന്നാട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചാട്ടെ. This consecration is a consecration so that the consecration of restoration. ഇത് ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള വിശുദ്ധീകരണം. So we saw a consecration to cross over, അപ്പോൾ നമ്മൾ മറുകര കടക്കുന്ന ഒരു വിശുദ്ധീകരണത്തെ കണ്ടു. and another consecration for the move of God. ദൈവത്തിന്റെ ചലനത്തിന് വേണ്ടിയുള്ള വിശുദ്ധീകരണത്തെ And കണ്ടു. then we see a consecration for restoration. അതുപോലെ ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ള വിശുദ്ധീകരണം. And we're going to jump into John 17, verse 17 to 19. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17 ഇങ്ങനെ പറയുന്നു, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. Hallelujah. 18 and 19 also. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. Many of us think we need to consecrate only when we have sinned. പലരും വിചാരിക്കുന്നത് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നത് നാം എന്തെങ്കിലും പാപത്തിൽ അകപ്പെടുമ്പോൾ മാത്രമാണ്. It is not just that. Because we are living in a sinful world, we need to consecrate ourselves regardless whether we have done a sinful deed or not. നാം ഈ ഒരു പാപമുള്ള ഒരു ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് പാപമുള്ളപ്പോൾ മാത്രമല്ല, പാപത്തിൻ്റെതായത് വരുമ്പോൾ എപ്പോഴും നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. Because Jesus said, I sanctify myself. കാരണം യേശു പറഞ്ഞ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. Jesus had no sin. യേശുവിന് ഒരു പാപവുമില്ലല്ലോ. I sanctify myself for their sakes. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് യേശു പറയുന്നു. And Jesus, because he was living in a sinful world, he was constantly with the Father, sanctifying himself. Hallelujah. How much more when we are waiting for a sinful deed, then we are, or some great deed that we will do where we break the heart of the Father and then to sanctify. No, we sanctify ourselves because we are living in a fallen world. യേശു പാപമില്ലാത്തവനായി ഇട്ടും അവനെ തന്നെ വിശുദ്ധീകരിച്ചു. ഈ പാപമുള്ള ഒരു ലോകത്തിൽ എത്രമാത്രം യേശു തന്നെ തന്നെ വിശുദ്ധീകരിച്ചു, അതപ്പോൾ എത്ര അധികമായി നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കും. To have the harmful effects of smoking, you don't need to be a smoker. You just need to be in that environment. You be a passive smoker, your lungs will be affected. കാരണം നാം ഒരുപക്ഷെ സ്മോക്കിംഗ് ചെയ്യുന്നവരായിരിക്കത്തില്ല, എന്നാൽ മറ്റുള്ളവരുടെ സ്മോക്കിംഗ് നമ്മുടെ ലങ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നത് പോലെ. What have we done? They have smoked and blown into the air. We are living in that world. We are also affected. നാം എന്തു ചെയ്തിട്ടാണ്? എന്നാൽ മറ്റുള്ളവരുടെ പാപം മൂലം അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു. കാരണം നാം ജീവിക്കുന്ന ഒരു വീണുപോയ ലോകത്തായതുകൊണ്ട്. This is a fallen world. Every minute, every second we need God. കാരണം ഇതൊരു വീണുപോയ ലോകമായതുകൊണ്ട് ഓരോ നിമിഷങ്ങളിൽ ഓരോ മിനിറ്റുകളിൽ നമുക്ക് ദൈവത്തെ ആവശ്യമാണ്. So there are different seasons. The call for consecration or sanctification is different. എന്നാൽ ഓരോ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഓരോ സീസണുകളിലുമുള്ള വിശുദ്ധീകരണം വ്യത്യസ്തമാണ്. In Exodus, the call for consecration was for God to come down. നമുക്കറിയാം, പുറപ്പാടിന്റെ പുസ്തകത്തിൽ ദൈവം അവിടെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയുള്ള വിശുദ്ധീകരണമായിരുന്നു. In Joshua, it was a call for crossing over. യോശുവയിൽ അത് മറുകര കടക്കുവാനുള്ളതായിരുന്നു. And after they crossed, they had to consecrate themselves because now they have to go through circumcision. അതിനുശേഷം അവർ വീണ്ടും അവരെ തന്നെ വിശുദ്ധീകരിക്കണം, കാരണം അവർക്ക് പരിച്ഛേദനയിൽ കൂടെ കടന്നു പോകും. A call for sanctification in Joshua was to possess the land and for God to do wonders. യോശുവയുടേതായിട്ടുള്ള പുസ്തകത്തിലുള്ള വിശദീകരണം എന്ന് പറയുന്നത് ആ ദേശത്തെ അവകാശമാക്കുവാനും അതുപോലെ ദൈവം അതിശയം പ്രവർത്തിക്കുവാനും. In Joel, the call for sanctification or consecration was a call for restoration. എന്നാൽ യോവലിന്റെ പുസ്തകത്തിൽ ആ ഒരു വിശദീകരണത്തിന്റെ വിളി എന്ന് പറയുന്നത് ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. In the book of John that we saw, the call for sanctification which Jesus told his disciples was the call of discipleship. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് നമ്മളെ ശിഷ്യന്മാരായി വിളിച്ചതുകൊണ്ട് നമ്മൾ ശിഷ്യന്മാരായിരിക്കേണ്ടതിനുള്ള വിശദീകരണം. Hallelujah. Why does God want us to be sanctified? എന്തുകൊണ്ടാണ് നമ്മെ തന്നെ ദൈവം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നത്? When you are consecrated, it is setting apart for the Lord. നാം ദൈവത്തിനു വേണ്ടി വിശദീകരിക്കപ്പെട്ട വേർപെട്ട് ഇരിക്കുമ്പോൾ You are declaring that you are exclusively available for him. നാം അവിടെ പ്രസ്താവിക്കുന്നത് നാം അവനു വേണ്ടി മാത്രം ഉള്ളവരാണ്. Not mutually exclusive for God and the devil. സാത്താനും അതുപോലെ ദൈവത്തിനും രണ്ടുപേർക്കും അവകാശമെന്നുള്ളത്. You are exclusive for God. ഞാൻ ദൈവത്തിനു വേണ്ടി മാത്രമുള്ളവനാണ്. Hallelujah. 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 Say, I am exclusive for God.
ഞാൻ ദൈവത്തിന് വേണ്ടി ഉള്ളവനാണ്. Now you have consecrated and sanctified, you are exclusive for God. ഇപ്പോൾ നിങ്ങൾ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാത്രമുള്ളവനാണ്. Harry, the Lord is saying you are exclusive for God. ഹാരിയോട് പറഞ്ഞു ദൈവത്തിന് വേണ്ടി മാത്രമുള്ളവനാണ്. Everything else over your life, the Lord has cancelled it today. You are exclusive for God. ജീവിതത്തിലുള്ള മറ്റുള്ളതിലെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ലാത്തതെല്ലാം ദൈവം ക്യാൻസൽ ചെയ്ത് ദൈവത്തിന് വേണ്ടി ഉള്ളവനാണെന്ന് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. You are declaring to the enemy, I am exclusive for നിങ്ങൾ God. പിശാചിന്റെ ലോകത്തിനോടാണ് പറയുന്നത്, പിശാചിനോടാണ് പറയുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി മാത്രമുള്ളവനെന്ന്. Okay, let me tell you one more thing. When you are sanctified, God is patenting you. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ മേലുള്ള നിർമ്മാണ അവകാശം അവിടെ പുനഃസ്ഥാപിക്കും. Patenting you. നിർമ്മാണ അവകാശം. When there is a patent, the law, you know what it means is that He now has exclusive rights over me. ആ നിർമ്മാണാവകാശം എന്ന് പറഞ്ഞാൽ ഞാനാണ് അവനെ നിർമ്മിച്ചത്, എന്റേതാണ്, അതുകൊണ്ട് നിന്റെ മേലുള്ള അവകാശം എനിക്കുള്ളതാണെന്നുള്ളൊരു Put പ്രസ്താവന. your hands on the side. God is patenting me. നിങ്ങളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മേൽ എന്റെ മേൽ ദൈവത്തിന് ഒരു നിർമ്മാണ അവകാശമുണ്ട്. God has exclusive rights over me. ദൈവത്തിന് എന്റെ മേലൊരു അവകാശമുണ്ട്. Some of you are asking, Pastor, where is scripture? നിങ്ങളിൽ പലരും ചോദിക്കുന്നത് ഇതിന്റെ വാക്യം എവിടെയാണ്? Leviticus 27:28. ലേവ്യ പുസ്തകം 27:28. Nevertheless, no devoted offering that a man may devote to the Lord, all that he has, both man and the beast, on the field of his possession, shall be sold or redeemed. Every devoted offering, the Bible says, is most holy to the Lord. ഒരുത്തൻ തനിക്കുള്ള ആൾ, മൃഗം, അവകാശനില മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശബദാർപ്പിതവും വിൽക്കുകയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ. ശബദാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അതിവിശുദ്ധമാകുന്നു. മനുഷ്യവർഗത്തിൽ നിന്ന് ശബദാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം. You know, in the Old Testament house of God, we know there is an outer court, there is a holy place, there is most holy place. നമുക്കറിയാം പഴയ നിയമത്തിൽ അവിടെ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലമുണ്ട്, അതിവിശുദ്ധ സ്ഥലമുണ്ട്. This scripture says every devoted offering is most holy to the Lord, which means the veil when it was torn, hallelujah, you and I are not supposed to be in the outer courts, not even in the holy place, but to be in the holy of holies. അതുകൊണ്ടാണ് നമ്മൾ പാടിയത്, അവനെ മുഖാമുഖം കാണുന്നത് മോസ്റ്റ് ഹോളി പ്ലേസിലാണ്. ദൈവത്തിന്റെ വചനം ഒരിക്കൽ കൂടെ പറയണം, പുതിയ നിയമപ്രകാരം നമുക്ക് ദൈവത്തിൻ്റെതായ ആ മറവ്, ആ ഒരു വേല് മാറിയിരിക്കുന്നു. നമുക്ക് അവന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യമായി വിശുദ്ധീകരിക്കപ്പെട്ടവരായി കടന്നു ചെല്ലാം. They say that in the most holy place there is only space for a table and 2 chairs. പഴയ നിയമത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അതിവിശുദ്ധ സ്ഥലത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് ഒരു മേശയ്ക്കും 2 ചെയറിനും മാത്രമാണ്. Hallelujah. Hallelujah. That is the most intimate place between you and God is reserved for you. Hallelujah. ആ അതിവിശുദ്ധ സ്ഥലം നിങ്ങളും ദൈവവും തമ്മിലുള്ള ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. Hallelujah. Hallelujah. So I want all of you to go to that most holy place. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അവന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, അവന്റെ സ്വകാര്യതയിലേക്ക് കടന്നു See, ചെല്ലണം. God has exclusive rights over you. കാരണം ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു That അവകാശം. is why He says you can come with confidence to the throne of grace. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്റെ കൃപാസനത്തിലേക്ക് അതിധൈര്യമായിട്ട് നിങ്ങൾക്ക് കടന്നു വരാം. Church, we are going to cross over. സഭയായി നമ്മൾ മറുകടക്കാൻ We have sanctified ourselves. നമ്മളെ തന്നെ വിശുദ്ധീകരിച്ചു. And the Bible says tomorrow the Lord will do wonders. ദൈവത്തിന്റെ വചനം പറഞ്ഞു, നാളെ ദൈവം അത്ഭുതം And today we are prophetically going to cross over. ഇന്ന് നാം പ്രവചനാത്മകമായി നമ്മൾ മറുകടക്കുമെന്ന് വിശ്വസിക്കുക. I'm going to declare prophetic word as the Lord releases. We are going to prophetically cross over and possess the land. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രവചനാത്മകമായി നിങ്ങൾ സഭയായി നമ്മൾ മറുകടക്കും, നമ്മൾ വാഗ്ദത്ത ദേശം കൈവശം. Hallelujah. Hallelujah. How many of you want to receive promise? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ആ വാഗ്ദത്തങ്ങളെ? Hallelujah. പ്രോമിസ് സ്വീകരിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കും. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. I just want to tell you to look at the person next to you, be ready to cross over and take the land. മറ്റുള്ളവരോട് പറഞ്ഞാട്ടെ, നിങ്ങൾ തയ്യാറായട്ടെ. Hallelujah. Hallelujah. നിങ്ങളുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. ഞാൻ 5 സെന്റ് നിങ്ങൾക്ക് എഴുതി തരാമെന്ന് നിങ്ങൾക്ക് എല്ലാവരും സന്തോഷമായിരിക്കും. Hallelujah. Lord is saying, I'm going to give you the land. Amen. Hallelujah. Come, let's worship. നിന്റെ സന്നിധി വരുന്നു ഞാൻ
സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്നു ആയിരം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിലല്ലയോ. Lord, as we are crossing over, I know, Lord, you have released the burdens, your burdens into these people. കർത്താവെ, ഞങ്ങൾ മറികടക്കുവാൻ തയ്യാറാവുമ്പോൾ എനിക്കറിയാം പിതാവേ, അങ്ങയുടേതായ ഒരു ഭാരം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഇട്ടിട്ടുണ്ട്. ഈ ഭാരം കൊണ്ട് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, we pray, Father, we would take this burdens and cross. കർത്താവേ, ഈ ഭാരം കൊണ്ട് ഞങ്ങൾ മറികടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. We want to carry forward this burden. കർത്താവേ, ഈ ഭാരത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ I സഹായിക്കും. sense for some of you that you are doing business. നിങ്ങൾ ചിലർ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. The Lord is saying, കർത്താവ് ഇങ്ങനെ പറയുന്നു, in the coming days, ഈ വരുന്ന നാളുകളിൽ you will be a business house. നിങ്ങൾ ഒരു വലിയ ബിസിനസിന്റെ ഭവനങ്ങളായി You മാറും. will be like a business house. നിങ്ങൾ ഒരു ബിസിനസ് ഭവനങ്ങളായി മാറും. Hallelujah. ഹല്ലേലൂയ. You know, like this Birla, there are business houses. നിങ്ങൾക്കറിയാമോ, ബിർല പോലുള്ള കമ്പനികളിൽ ബിസിനസ് ഭവനങ്ങളുണ്ട്. You will be a business house. നിങ്ങൾ ഒരു ബിസിനസ് ഭവനമായി You മാറും. will be a business house. നിങ്ങൾ ഒരു ബിസിനസ് ഭവനമാകും. Hallelujah. Hallelujah. You know why? Because you're crossing over with a burden. It is not just to increase your pocket, but for the kingdom. The Lord is giving you a burden. നിങ്ങൾ ഒരു ഭാരമായി മറികടക്കുമ്പോൾ അത് നിങ്ങളുടെ പോക്കറ്റ് ഇൻക്രീസ് ചെയ്യാനല്ല, എന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി. Some people are going to come forward and invest in your business. നിങ്ങളിൽ ചില വ്യക്തികൾ മറ്റു വ്യക്തികൾ വന്ന് നിങ്ങളുടെ ബിസിനസ്സിന് മേൽ ഇൻവെസ്റ്റ് ചെയ്യും. I believe the Lord is going to promote people in the field of education. വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ ചില വ്യക്തികളെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. How many of you are in the field of education? Just നിങ്ങൾ raise your എത്ര hand. പേരുണ്ട് എഡ്യൂക്കേഷനിലെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ? Hallelujah. Some of you are teachers, but the Lord is saying you will be a teacher to the teachers. നിങ്ങളിൽ ചിലർ അധ്യാപകരാണ്, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിൽ ഞാൻ തിരിച്ചറിഞ്ഞു, നിങ്ങൾ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാകും. Hallelujah. Hallelujah. The Lord will raise entrepreneurs in the church. ദൈവം ചില ഓന്റർപ്രനേഴ്സിനെ എഴുന്നേൽപ്പിക്കും. New ideas. പുതിയ ആശയങ്ങൾ. Do not think some of your ideas are bad because now you are crossing over. There is going to be an impartation of God's spoken ideas. നിങ്ങൾ മറികടക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുതേ എൻ്റെ ആശയം കൊള്ളത്തില്ലല്ലോ എന്ന്. കാരണം ദൈവമാണ് നിങ്ങളോട് സംസാരിച്ചത്. ദൈവമാണ് നിങ്ങളെ മറികടക്കുവാൻ The സഹായിക്കുന്നത്. Lord will release new ideas. ദൈവം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ഉള്ളിൽ ചില ആശയങ്ങളെ. In your sleep, the angel of the Lord may come and give you an idea or a dream, and when you interpret it, there will be something for the people of your land. നിങ്ങളുടെ ഉറക്കത്തിൽ പോലും ദൈവത്തിന്റെ ദൂതന്മാർ ചില സ്വപ്നങ്ങൾ കൂടെ ചില ആശയങ്ങൾ, പുതിയ ആശയങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. Those of you waiting for the job today, I just sense that from this Monday, from tomorrow, there's going to be a release of jobs, job offers, things into appointments, hallelujah, interviews that is released into your lives. ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ എൻ്റെ ആത്മാവിൽ തിരിച്ചറിഞ്ഞു, ഈ മൺഡേ തന്നെ, ഈ തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു വാക്ക് നിങ്ങൾ കേൾക്കും. Starting from Monday, we declare and release jobs, opportunities, appointments, interviews, hallelujah, emails, offer letters, everything is released into the life of people. ഈ തിങ്കളാഴ്ചയുടെ ആരംഭം മുതൽ ഞങ്ങളിത് പ്രസ്താവിക്കുന്നു. ജോലിക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂകൾ, അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സുകൾ, ഇമെയിൽസുകൾ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. Hallelujah. 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 I believe the Lord is releasing help to the church. ഞാൻ ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി ചില സഹായങ്ങൾ ദൈവം റിലീസ് ചെയ്യും. സൗഖ്യം. Hallelujah. The Lord is releasing സൗഖ്യങ്ങൾ. health to the church. സഭയുടെ മേൽ ആരോഗ്യത്തെ ദൈവം റിലീസ് ചെയ്യും. Hallelujah. If any of you are suffering from anything that is unhealthy, you are suffering from a disease, I want to declare and decree the healing power of the Lord upon you right now.
നിങ്ങളിൽ ആരെങ്കിലും രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകും, നിങ്ങളുടെ ആരോഗ്യം മെച്ചമല്ല എന്ന് ചിന്തിക്കേണ്ടുന്നവരുടെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സൗഖ്യം ഇപ്പോൾ ഇറങ്ങി വരുന്നു. Lord, from this week onwards, every blood check, every hospital appointment, everything, that they would go and the doctor will testify there is no need for a surgery, there is no need for an operation, there is no need for no need for any concern, worry. Every result is positive. We declare and decree, Lord, that happened, Lord. Every blood test is result, every scan, every blood test, every CT, everything is normal in Jesus' mighty name. ആമേൻ. ഈ ആഴ്ച മുതലുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും ബ്ലഡ് ടെസ്റ്റുകളും എന്തെങ്കിലും ടെസ്റ്റുകളോ ഓപ്പറേഷനുകളോ ഒക്കെ ഉള്ളവരുടെ മേൽ അത്ഭുതകരമായി ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ട് കർത്താവ് അതെല്ലാം നോർമൽ ആകട്ടെ, ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. നിങ്ങൾ അത് അവിശ്വസിക്കരുത്. Because this is a new beginning. The Lord is releasing His word. Hallelujah. It will be healed. Every X-ray, everything will be normal in Jesus' mighty name. ദൈവം ചില പുതിയ ആരംഭം ചെയ്യുന്നു എന്നുള്ള വചനം നിങ്ങൾ കേട്ടുവല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ദൈവത്തിൻ്റെതായ സൗഖ്യം നിങ്ങളുടെ മേൽ വ്യാപരിക്കും. നിങ്ങൾ അത് സ്വീകരിക്കും. Somebody watching me online, or you are here in this hall, you are thinking the doctor has said 5 months to live. I cancel that. I declare and decree it is null and void. Father, what you have released, they will live till you have called them to live. Father, we declare every cancel, every negative appointment, every negative result, every negative word, every speaking of death, we declare life, and we declare life. In the beginning, God created the heavens and the earth. Lord, you create something new today. ആമേൻ. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന ഒരു വ്യക്തി 5 മാസമേ ഡോക്ടർ നിങ്ങളോട് പറഞ്ഞു ജീവിക്കത്തുള്ളൂ, എന്നാൽ ആ ഒരു വാക്കിനെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. അത് ശൂന്യമാണെന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. നിങ്ങളുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ. Every subject that you have, every exam or subject that you find difficult, till today I sense that you are stepping into, you are crossing over. There is a wisdom, there is a favor for you to finish that subject, that course, and God is positioning you for something great. നിങ്ങൾ പഠിക്കുന്നതായ ഏതെങ്കിലും വിഷയമോ ഏതെങ്കിലും സബ്ജക്റ്റോ ഏതെങ്കിലും ടെസ്റ്റോ നിങ്ങൾക്ക് പ്രയാസമായിട്ട് തോന്നുമെങ്കിൽ ഇന്ന് ഞാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ അത് പ്രസ്താവിക്കുന്നു. ആ ഒരു വിഷയം പഠിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ എളുപ്പമാകട്ടെ എന്ന്. സിസ്റ്റർ അംബ്ലിയുടെ ജീവിതത്തിൽ ഒരു തലയുടെ മേലെ ഒരു കിരീടം, hallelujah, a crown of favor, a crown of positioning you to something great that you have never imagined or thought. സിസ്റ്റർ അമ്പിളിയുടെ മേൽ ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കിരീടം, ആ മഹത്വത്തിന്റെ കിരീടം ദൈവം റിലീസ് ചെയ്യുന്നു. A favor crown. ദൈവത്തിൻ്റെതായ ഒരു ഉപകാരം, അതിൻ്റെതായ ഒരു കിരീടം. Lord, we thank you, Father. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. What you are doing in our midst. ഞങ്ങളുടെ ഇടയിൽ നീ ചെയ്യുന്ന കാര്യം. Hallelujah. Hallelujah. The Lord is releasing confidence into some children. നിങ്ങളുടെ മേൽ ഒരു ആത്മവിശ്വാസം, കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ആത്മവിശ്വാസത്തെ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുന്നു. Father, we declare that every person in the church, every junior church kid will be filled with the Holy Ghost. പരിശുദ്ധാത്മാവ്, ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഇടയിലെ ഓരോ കുഞ്ഞുങ്ങളും, ഓരോ ജൂനിയർ ചർച്ചിന്റെ കുഞ്ഞുങ്ങളും, എല്ലാ കുട്ടികളും തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടട്ടെ. I sense സഭയുടെ ഉണർവ് will come from the junior church. ഞാൻ വിശ്വസിക്കുന്നു സഭയുടെ ഉണർവ് ആ ജൂനിയർ ചർച്ച് കുഞ്ഞുങ്ങളിൽ നിന്ന് വരും. And ironically, today is the World Sunday School Day. ഇന്ന് വേൾഡിന്റെ സൺഡേ സ്കൂൾ ദിനമാണ്. Hallelujah. 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 I sense that. I know it is from the Lord. The revival will come from the little children. ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഉണർവ് വരുമെന്ന്. Hallelujah. Hallelujah. We speak life into our children, Father. Not just Lord, we speak a revival, Father, a fire upon our junior church and the teachers. ഞങ്ങളുടെ ജൂനിയർ ചർച്ചിന്റെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെ മേൽ ഒരു തീ കർത്താവ്, ഒരു ഉണർവ് കർത്താവേ, ഹല്ലേലൂയ, ഒരു അഭിഷേകം ഞങ്ങൾ ഹല്ലേലൂയ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ജീവൻ സംസാരിക്കുന്നവരുടെ മേൽ കർത്താവേ, അത് കത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let it burn in their heart, Lord. Thank you, Father. In Jesus' name we pray. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.